ബിഗ് ബജറ്റിലും വമ്പൻ ഹൈപ്പിലും എത്തുന്ന സിനിമകൾക്ക് ആളെ കയറ്റാനായി സാധാരണയായി അണിയർ പ്രവർത്തകർ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ക്യാമിയോ റോളിൽ ചിത്രത്തിലേക്ക് അതത് ഇൻഡസ്ട്രിയിൽ നിന്നോ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നോ സൂപ്പർ താരങ്ങളെ സർപ്രൈസായി കൊണ്ടുവരിക എന്നത്. ജയിലർ പോലുള്ള വമ്പൻ തമിഴ് ചിത്രങ്ങൾ ഇത് മനോഹരമായി നടപ്പാക്കിയപ്പോൾ മലയാള സിനിമകളും ഇത്തരം പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടുണ്ട്. 2018 പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രം കായംകുളം കൊച്ചുണ്ണിലെ ഇത്തിക്കര പക്കയായി മോഹൻലാൽ വന്നപ്പോൾ ചിത്രത്തിന്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നത് ഇതിന് വലിയ ഉദാഹരണമാണ്. സൂപ്പർ താരങ്ങളെ കൃത്യസ്ഥാനത്ത് പ്രൈസ് ചെയ്യാൻ സംവിധായകരായാൽ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന് ലഭിക്കുന്ന ഫൈനൽ കളക്ഷന് ഇത് വലിയ മാറ്റം വരുത്തും. എന്നാൽ കാമിയോ റോൾ എന്ന സിനിമയിൽ സ്ഥിരമായി കണ്ടുവരുന്ന രീതി പ്രേക്ഷകർക്ക് മടുത്തു തുടങ്ങിയെന്നുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയ ടൊവിനോ ചിത്രം പള്ളിച്ചട്ടമ്പിൽ പൃഥ്വിരാജ് ക്യാമിയോ റോളിലെത്തുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചർച്ചത്തിൽ തുറക്കപ്പെട്ടത്. സർപ്രൈസായി ചിത്രത്തിൽ പട്ടേലിയർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് പള്ളിച്ചട്ടമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. വില്ലൻ പരിവേഷത്തിലെത്തുന്ന താരത്തിന്റെ ചിത്രത്തിലെ ലുക്കും ഫ്രെയിമുകളും മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആടുജീവിതത്തിനു ശേഷം വലിയ രീതിയിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തി താരത്തിന്റെ ലുക്കിന് പ്രശംസ ലഭിച്ചുവെങ്കിലും ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പൃഥ്വിരാജിന്റെ സീക്രട്ട് ക്യാമിയോയ്ക്കും പ്രേക്ഷകരെ ഒരു പരിധിയിൽ കവിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറെ കൊട്ടിയാഘോഷിച്ച ദിലീപ് ചിത്രം ഫാഫാബായിൽ മോഹൻലാലിന്റെ എൻട്രിയും ഇത്തരത്തിൽ പ്രേക്ഷകർക്ക് സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയാതെ പോയിരുന്നു. താരത്തിന്റെ പഴയ ചിത്രങ്ങളുടെ സ്പൂപ്സ് മാത്രമായി ഒതുങ്ങിപ്പോയ ചിത്രത്തിലെ രംഗങ്ങൾ വലിയ വിമർശനമായിരുന്നു ലഭിച്ചത്. സമാന സ്ഥിതിയിലാണ് ആക്ഷൻ ത്രില്ലറെ ഒഴികെ ചത്ത പച്ചയിലും സംഭവിച്ചത്. സർപ്രൈസായ ചിത്രത്തിൽ വാൾട്ടർ എന്ന കഥാപാത്രമായി പ്രത്യക്ഷപ്പെട്ട മമ്മൂട്ടിക്ക് സീനിൽ കാര്യമൊന്നും ചെയ്യാനായില്ലായിരുന്ന പോകുകയായിരുന്നു. താരത്തിന്റെ ചിത്രത്തിലെ ഗെറ്റപ്പിനും ഡയലോഗ് ഡെലിവറിക്കും ഉപയോഗിച്ച സ്ലാങ്ങിനും വലിയ രീതിയിൽ തന്നെ മോശമായി ബാധിക്കുകയും ചെയ്തു ചിത്രത്തെ.